പ്രചരണ രംഗത്തും അതിനുശേഷം ഉള്ള ഒരു ചർച്ചയിലുമെല്ലാം മെച്ചപ്പെട്ട ഒരു പ്രകടനം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അതിന് വ്യത്യസ്തമാണ് ഈ വിധി. പരാജയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഏതായിരുന്നാലും ഈ കാര്യത്തെക്കുറിച്ച് പാർട്ടി തലത്തിൽ ഞങ്ങൾ ആലോചിക്കും, മുന്നണി തലത്തിൽ ഞങ്ങൾ ആലോചിക്കും. അത് ആ ചർച്ചകൾക്ക് ശേഷം അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയിക്കും. വോട്ട് മറിച്ചു കൊടുത്തു എന്നാണ് പിണറായിയുടെ ആരോപണം. ചാരുമാർ രവിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 8000 വോട്ട് ഇത്തവണ കുറഞ്ഞിട്ടുണ്ട് UDF. പിന്നെ BJPയെ അതിശക്തമായി തടഞ്ഞു നിർത്തിയത് എവിടൊക്കെയാണ്? മഞ്ചേശ്വരത്തും വട്ടിയൂർക്കാവിലും UDFൻ്റെ സ്ഥാനാർത്ഥികളുടെ ശക്തമായ ഇടപെടലല്ലേ. BJP ഒരു കാരണവശാലും ഇവിടെ വിജയിക്കരുത് എന്ന് തന്നെയായിരുന്നു. കാരണം BJPയുടെ ആശയങ്ങളോടും അവരുടെ അജണ്ടയോടും കേരളത്തിന് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടാണ് UDFന് ഉള്ളത്. ആ കാര്യത്തിൽ മറിച്ച് ഒന്നും പറയാനില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ എല്ലാ കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്യും. ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു വിധിയെഴുത്താണ്, സംശയമൊന്നുമില്ല. പക്ഷേ പരാജയമാണ്. ആ കാര്യത്തിൽ ഞാൻ പിന്നെ അതൊക്കെ തീരുമാനിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും പാർട്ടി നേതൃത്വമാണ്. അതിനെക്കുറിച്ച് അതിനു മുമ്പ് ഒരു അഭിപ്രായം പറയാനൊക്കത്തില്ല. അത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വിജയമൊക്കെ കണ്ടതിന് ശേഷവും ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകും എന്ന് കരുതിയില്ല. അതിന് വ്യത്യസ്തമായിട്ടാണ് ഇന്നിപ്പം പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം പാർട്ടിക്കും മുന്നണിക്കുമുണ്ട്. ഈ മുന്നണിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. Sir, just wanted to know in English, do you take sole responsibility for this defeat, and what about the BJP opening its account here in Kerala? See that we will, I have already pointed out that we will meet and we will discuss the party level and also on the United Front level, UDF level. But sir, അതല്ലല്ലോ, അതൊക്കെ ഇനിയിപ്പം എല്ലാം തീരുമാനിക്കാൻ പോകുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ പരാജയം ഞങ്ങൾ പ്രതീക്ഷിച്ച ഒന്നല്ല, അതൊരു തിരിച്ചടി തന്നെയാണ്, സമ്മതിക്കുന്നു. അതുകൊണ്ട് പാർട്ടിയും മുന്നണിയും ഇതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്ത് ആവശ്യമായി ഇതിനകത്ത് ഇപ്പം ഞാൻ പാർട്ടി ആലോചിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു അഭിപ്രായം നേരത്തെ പറയുന്നില്ല. ഞങ്ങൾ വിശദമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഞാൻ എപ്പോഴൊക്കെ മത്സരിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ വളരെ ഉദാരമായ ഒരു സമീപനമാണ് എന്നോട് എടുത്തിട്ടുള്ളത്. ഈ പ്രാവശ്യവും 27,000 പേരെ വോട്ടിന്റെ ഭൂരിപക്ഷം അവർ തന്നിട്ടുണ്ട്. സംശയം എന്താ? കോൺഗ്രസ് ഇവിടെ ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു വരും. അതൊക്കെ ഇനി അത് മൊത്തത്തിൽ അതിന്റെ വോട്ടിങ്ങിന്റെ മുഴുവൻ അസസ്മെന്റ് നടത്തണ്ടേ. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു മുൻവിധിയോടുകൂടി ഞാൻ ഒരു കാര്യത്തേക്കും സമീപിക്കുന്നില്ല. ഉള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം
പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യും. Sir, but you are saying that you did not expect this loss. That is what you're saying. You did not expect this loss at all. Yes. But what do you think are the reasons? Why do you feel you That lost? we are going to discuss all these aspects in the party level and also the UDF level. CM ഇരു മുന്നണികളും അല്ലാതെ മത്സരിച്ച PC ജോർജിന്റെ വിജയം അങ്ങ് കണ്ടു കാണും. അങ്ങയുടെ ഭൂരിപക്ഷത്തെക്കാൾ വോട്ടുകൾ കൂടുതലാണ് PC ജോർജിന്. ഈ വിജയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? കാരണം ഇരു മുന്നണികളും UDF വിജയം എല്ലാം നേട്ടമാണ്, പരാജയം മുഴുവൻ പരാജയവുമാണ്. അത് ജനാധിപത്യത്തിൽ അതിന് ന്യായീകരണം ഉണ്ടാവില്ല. PC ജോർജ് മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? LDF വേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. UDF എടുക്കാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. Sir, just taking you for times now, right now, sir. What we wanted to know was that did you expect this kind of a loss?